പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അർമിയ. ഇതെൻ്റെ ജീവിത പങ്കാളി ലൈസൺ അഗസ്റ്റിൻ. ഞങ്ങൾ തൃശ്ശൂർ കൊരട്ടിയിൽ നിന്ന് വരുന്നു. ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളത്താണ്. എൻ്റെ വിവാഹം തൃശ്ശൂരിലേക്കാണ് നടന്നത്. 2023 ജനുവരിയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഉടമ്പടിയുടെ മഹത്വമോ അതിൻ്റെ ശ്രേഷ്ഠതയോ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം 2022 എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ഒരു തകർച്ചയിലൂടെയാണ്. സങ്കീർത്തനം 119:71 ഇങ്ങനെ പറയുന്നു, ദുരിതങ്ങളെ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഈ ഒരു തകർച്ചയാണ് എന്നെ കൃപാസനത്തിലേക്ക് എത്തിച്ചത്. ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നൊരു സമയം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ദൈവമേ എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്നായിരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്കറിയില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26 പറയുന്ന പോലെ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് എനിക്ക് ഇവിടെ വരാൻ സാധിക്കുകയും 2023 ഞാൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ വെച്ച 6ാമത്തെ നിയോഗം ജോലി എന്നുള്ളതായിരുന്നു. ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഒരു എയ്ഡഡ് കോളേജിൽ, അത് മാതാവിൻ്റെ പേരിലുള്ള ഒരു എയ്ഡഡ് കോളേജിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ലൂർദ് മാതാവിൻ്റെ വലിയൊരു സ്റ്റാച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ നൽകിയതാണ് ആ ജോലിയെന്ന്. അതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2, ജോലിയിലായിരിക്കുമ്പോൾ തന്നെ, കോളേജിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും എത്രയും തേളം മാതാവെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച ശേഷമാണ് അവരെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഈശോനെ കൊടുക്കാൻ സാധിച്ചിരുന്നു. ധാരാളം ക്രൈസ്തവരായിട്ടുള്ള കുഞ്ഞുങ്ങളോട് ഈശോയെക്കുറിച്ച് പറയുവാനും കൃപാസനം പത്രം കൊടുക്കുവാനും അവിടെ തന്നെ പരിശുദ്ധ വേല ചെയ്യാനും പരിശുദ്ധ അമ്മ പാപിയായനെ ഒരു ഉപകരണമാക്കി മാറ്റിയതിനെ ഓർത്തും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. 2ാമത്തെ എൻ്റെ നിയോഗം ഞാൻ ഉടമ്പടിയിൽ ആദ്യം എടുത്തപ്പോൾ വെച്ചത് ആത്മീയമായിട്ട് എന്നെ വളർത്തണമേ എന്നുള്ളതായിരുന്നു വെച്ചൊരു നിയോഗം. കാരണം അതിനുശേഷം എല്ലാ ദിവസവും അങ്ങനെ ഒരു നിയോഗം എഴുതിയതിന് ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും കുർബാനയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ആഴ്ചയിലൊരു ദിവസം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുവാനുള്ള അഭിഷേകം കിട്ടുകയും മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് എനിക്ക് തരികയും ചെയ്തു. ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാനല്ല, എന്നിലെ കൃപയാണ് അധ്വാനിച്ചത്. ഇതാണ് എനിക്ക് ഉടമ്പടിയിൽ ആദ്യം വെച്ചപ്പോൾ കിട്ടിയ നിയോഗം. തുടർന്ന് ഞാനിപ്പോൾ ഗസ്റ്റ് ലെക്ചറായിട്ടാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. 2024 ആയപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ ജോലി കഴിഞ്ഞു. വീണ്ടും ലൈഫ് 0 മെറിറ്റിലേക്ക് വീണു. ഇനി എന്ത് ചെയ്യണം മുന്നോട്ടെന്നറിയാതെ വീണ്ടും ഞാൻ പകച്ചു നിൽക്കണേണ്. അപ്പോഴത്തേക്കും ഞാൻ അപ്പോഴും ഉടമ്പടി വന്ന് ഇവിടെ വന്ന് പുതുക്കി, പരിശുദ്ധ അമ്മേ മുന്നോട്ട് ഞാൻ എങ്ങനെ പോകും. അപ്പം അധ്യാപിക എന്നുള്ള ആ ഒരു പ്രൊഫഷനേക്കാളുപരി അത് ഈശോനെ കൊടുക്കാനുള്ള ഒരു ശുശ്രൂഷയുടെ ഒരു മേഖലയായിട്ട് കൂടിയാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പരിശുദ്ധ അമ്മയോട് ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ എനിക്ക് പഠിപ്പിക്കുന്ന ജോലിയാണ് താല്പര്യം, അവിടെ ഈശോനെ കൊടുക്കാനായിട്ട് ഒരു സ്പേസ് എനിക്ക് തരണമേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയൊരു മരിയൻ ഉടമ്പടി ഞാൻ പുതുക്കി, വലിയൊരു മരിയൻ ഇടപെടൽ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം എറണാകുളത്തെ വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഓട്ടോണമസ് കോളേജിൽ ഇൻ്റർവ്യൂ നടക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഒഫീഷ്യലി ഇൻ്റർവ്യൂ അവിടെ നടക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ ഒരു ടെക്നിക്കൽ എറർ ആയതുകൊണ്ട് ത്രൂ ഇമെയിലാണ് അവർ ഇൻഫോം ചെയ്യുന്നത്. പക്ഷേ അത് ഇൻഫോം ചെയ്തിട്ടില്ല, എനിക്ക് ഇമെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ടെക്നിക്കലി എനിക്ക് ആ ഒരു ഡേറ്റ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം ഒഫീഷ്യൽ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു, ഒഫീഷ്യലായിട്ടുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഇനി യാതൊരു സാധ്യതകളൊന്നുമില്ല. പക്ഷേ യോഹന്നാൻ 11:40 പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ ദർശിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ജോലിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കിത് തരണം, ഞാൻ ഉടമ്പടിയിലാണ്. ആ ഒരു വിശ്വാസം, ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ കോളേജുകാർ തന്നെ തിരിച്ചു വിളിച്ചു. എനിക്കൊരാൾക്ക് വേണ്ടി മാത്രം ഇൻഡിവിജ്വലായിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്യുകയും അങ്ങനെ ആ ജോലി എനിക്ക് നൽകുകയും ചെയ്തു. അതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. എൻ്റെ കഴിവ് കൊണ്ടല്ല, 100% ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. പിന്നെ അടുത്തത് ഉടമ്പടി കാശുരൂപത്തിൻ്റെ ശക്തിയാണ്. കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് വലിയ കുട്ടികളാണ്. അപ്പോൾ എനിക്ക് ഇവരെ കാണുമ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോകും. അപ്പോൾ എങ്ങനെ ഇവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെ ഇവരെ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഇവരെ നേരിടേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കും പെട്ടെന്ന് ദേഷ്യം വരും, അവർക്കും ദേഷ്യം വരും. അപ്പം ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ ഒറ്റ മാർഗ്ഗം കണ്ടുള്ളൂ, അത് ഉടമ്പടി കാശുരൂപമാണ്. അപ്പോൾ ഞാൻ ഈ കാശുരൂപം മുറുക്കെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തന്നെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശിട്ട് ഞാൻ തന്നെ സ്വയം ബലം പ്രാപിക്കും ഇതിലൂടെ.
ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്ന വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി തന്നിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ സിംഹത്തെപ്പോലെ അലറി വരുന്ന കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മ ശാന്തമാക്കി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ജോലിയിൽ, എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ പരിശുദ്ധ അമ്മ സഹായിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഉടമ്പടി ധ്യാനം എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യം, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മേനെ മുറുകെ പിടിക്കണം. ഇങ്ങനെ ഇതിൻ്റെ ഒപ്പം തന്നെ പ്രേക്ഷിത വേല ഞാൻ ചെയ്യുമായിരുന്നു. കൃപാസനം പത്രം കൊടുക്കുമായിരുന്നു. മാതാവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് അതിൽ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കും. കൈപ്പടയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി കൊടുക്കും. ബൈബിൾ വാങ്ങിച്ചു കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറുവശത്ത് എനിക്ക് സഹനങ്ങളുണ്ടായിരുന്നു. പ്രവാചകൻ സ്വന്തം ഭവനത്തിലും സ്വന്തം ബന്ധുക്കളുടെ ഇടയിലും സ്വന്തം ദേശത്തും അവഗണിക്കപ്പെടുന്നു. മാർക്കോസ് 6:24. അവഗണനകളും പരിഹാസങ്ങളും നിന്ദനങ്ങളും ക്രിസ്തുവിനെ പ്രതി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഫിലിപ്പി 1:29 പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനുള്ള കൃപ കൂടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മറുവശത്ത് സഹനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ സഹനങ്ങളിൽ സന്തോഷം കണ്ടെത്താനുള്ള ഒരു കൃപ, ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചീത്ത കേൾക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റുള്ളവർ എന്നെ കളിയാക്കുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് അപ്പോസ്തലന്മാർക്ക് കിട്ടിയൊരു സന്തോഷമായിരുന്നു. ഇതെല്ലാം എനിക്ക് റിവീലേഷൻ കിട്ടുന്നത് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ്. ഉടമ്പടി ധ്യാനമാണ് എന്നെ ഗൈഡ് ചെയ്തിട്ടുള്ളത്. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, എലോയ് എലോയ് ലാമാ സബക്താനി, എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചു. ജീവിതത്തിൻ്റെ ചില സഹനങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ പിതാവായ ദൈവം പോലും ഈശോനെ കൈവിട്ടു എന്ന് ഈശോയ്ക്ക് തോന്നി. എങ്കിലും പിതാവായ ദൈവം ഉണ്ട് അവിടെ, പക്ഷെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും കുരിശിൻ്റെ ചോട്ടിൽ പരിശുദ്ധ അമ്മയുണ്ട്. അപ്പോൾ അമ്മേനെ ഒരിക്കലും കൈവിടരുത്. ഇത് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞൊരു ബോധ്യമാണ്. ഞാനൊരു കരിസ്മാറ്റിക് ധ്യാനത്തിൽ കേട്ടിട്ടില്ല ഇത്. മരിയൻ ഉടമ്പടി ധ്യാനത്തിലൂടെ പരിശുദ്ധ അമ്മയിൽ യോഹന്നാൻ 19:27 പറയുന്ന പോലെ, ഇതാ നിൻ്റെ അമ്മ. ആ അമ്മയിൽ ആശ്രയിച്ച് നിൽക്കാനുള്ള ബലം എനിക്ക് കിട്ടിയത് ഉടമ്പടി ധ്യാനമാണ്. അതിന് ഞാൻ ഒത്തിരി അധികം ഈ ധ്യാനം എന്നെ വളർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന് ശേഷം ഈ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ഇടവകയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ എനിക്ക് പരിശുദ്ധ അമ്മ തന്നു. ഒക്ടോബർ മാസം മുഴുവനും ഇടവക പള്ളിയിൽ ജപമാലയിൽ പങ്കെടുക്കാനുള്ള കൃപ കിട്ടി. തുടർന്ന് നവംബർ ആയപ്പോൾ ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി. അതിനുശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ ഉള്ളിലൊരു പ്രചോദനം കിട്ടുന്നതാണ് എൻ്റെ ഇടവകയിൽ കാറ്റഗിസം പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കാറ്റഗിസം അധ്യാപികയായിട്ട് പഠിപ്പിക്കാനുള്ള കൃപ കിട്ടി. അപ്പോൾ ഞാൻ കാറ്റഗിസം പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ബൈബിളുമായിട്ടാണ് പോകുന്നത്. എൻ്റെ ബാഗിൻ്റെ അകത്ത് ബൈബിൾ ഉണ്ടാവും, ഉടമ്പടി നിറച്ച വസ്തുക്കൾ എപ്പോഴും ഉണ്ടാവും. അതൊക്കെ ഇട്ടാണ് പോകുന്നത്. ഒരു സെക്യൂരിറ്റി, ഒരു പ്രൊട്ടക്ഷനോടുകൂടിയാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കും, കാശുരൂപത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അത് എൻ്റെ ഒരു പ്രേക്ഷിത ദൗത്യമായിട്ട് അവിടെയൊക്കെ ഞാൻ ഉടമ്പടി 3ാമത് പുതുക്കിയപ്പോൾ വെച്ച ഒരു നിയോഗം കുഞ്ഞുങ്ങളുടെ ഇടയിൽ, കാറ്റഗിസത്തിൽ അവരുടെ ഇടയിൽ ഈശോനെ കൊടുക്കാൻ പറ്റണമെന്നായിരുന്നു. അത് ഒത്തിരി അധികം കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശുദ്ധ അമ്മ അവിടെ എന്നൊരു ഉപകരണമാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇതെല്ലാം ഞാൻ ഉടമ്പടിയിൽ വെക്കുന്ന എൻ്റെ നിയോഗങ്ങളെല്ലാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു, കൂടുതലും ഭൗതികമായിട്ടുള്ളൊരു നേട്ടത്തിനേക്കാൾ ഉപരി. കാരണം എനിക്കിതെല്ലാം ധ്യാനത്തിലൂടെ കിട്ടുന്ന ഒരു കൺവിക്ഷനായിരുന്നു. ജോലി കിട്ടുക, വീട് വയ്ക്കുക, കുഞ്ഞുങ്ങളുണ്ടാവുക, വിസ കിട്ടി പുറത്തു പോകുക, ഇതെല്ലാം അനുഗ്രഹങ്ങളാണ്. അതുക്കുപരി കൃപയാണ് കൃപാസനം പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഉടമ്പടി ധ്യാനത്തിലൂടെ കിട്ടിയൊരു ബോധ്യം. ഒപ്പം തന്നെ അതിനുശേഷം ഉടമ്പടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനം പോലെ ഒരു കാറ് കാണിച്ചു തന്നെയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇതെന്താണ് കാറ് കാണിച്ചു തന്നെയെന്ന്. അപ്പോൾ ഇത് ഉടമ്പടിയായിട്ട് തന്നെ ലിങ്ക് ചെയ്യുകയാണ്. ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ലൈറ്റുകളുണ്ടാവും, ഫ്രണ്ടിലുള്ള മെയിനായിട്ടുള്ള 2 ലൈറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു പ്രേരണ, നമ്മുടെ ഉടമ്പടി എടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ദിവസവും മുടങ്ങാതെ സാക്ഷ്യങ്ങൾ കേൾക്കണം. സാക്ഷ്യം കേൾക്കുന്തോറുമാണ് പുതിയ കാര്യങ്ങൾ ഇതിലെങ്ങനെ നിലനിൽക്കാനുള്ള കൃപ കിട്ടുള്ളൂ ഈ സാക്ഷ്യങ്ങളിലൂടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞാണ്, ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ 2 ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇതുപോലെയാണ് ഉടമ്പടിയിൽ ധ്യാനവും സാക്ഷ്യവും. ഇത് രണ്ടും അപ്ഡേറ്റ് ചെയ്യണം. ഇതൊരിക്കലും മിസ് ചെയ്യരുത്. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവിൻ്റെ പ്രകാശമായിരിക്കും എന്ന് മിക്ക പ്രവാചകൻ പറയുന്ന പോലെ ഞാൻ വീണു പോകാറുണ്ട് ഓരോ തവണയും. അപ്പോഴെല്ലാം എന്നെ തിരിച്ച് സാക്ഷ്യം കേൾക്ക്. ആ ഒരു പ്രചോദനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് സാക്ഷ്യങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും വചനത്തിലൂടെയാണ്. അങ്ങനെ ഒരു ബോധ്യം കിട്ടി. ഒപ്പം നമ്മളൊരു കാറിൻ്റെ 2 സൈഡിൽ 2 മിറേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞാണ്, ഇതൊക്കെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ട്, ഉടമ്പടിയുടെ 2 ചിറകുകളാണ് പരിശുദ്ധ വേലയും കാരുണ്യ പ്രവൃത്തിയും. ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം വേണം. അപ്പോൾ ഒരു കാറ് വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ ഡീസൽ ഒഴിക്കണം. അപ്പം ഉടമ്പടി എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ ഡീസൽ, അതായത് ദൈവസ്നേഹത്തിലൂടെ 1 കൊറിന്തോസ് 13:1 പറയുന്ന പോലെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവസ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ യഥാർത്ഥ ലക്ഷ്യം.
അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മത്തായി 6:33 പറയുന്ന പോലെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും, ബാക്കിയെല്ലാം ചേർക്കും. അപ്പം ഞാൻ ഉടമ്പടിയിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലിയിൽ ദൈവം ഇടപെടാൻ തുടങ്ങി. ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അഭിഷേകം കൊണ്ട് നിറയാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് ഒപ്പം ഒരു വശത്ത് എനിക്ക് സഹനങ്ങളുണ്ട്, മറുവശത്ത് എൻ്റെ പ്രേക്ഷിത ശുശ്രൂഷകളിൽ ഞാൻ ഒത്തിരി സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. ഒരാളോട് കൃപാസനം പത്രം കൊടുക്കുമ്പോഴോ ഈശോനെക്കുറിച്ച് പറയുന്നതാണ് ഏറ്റവും വലിയ ലഹരി. ഒരു സിനിമ കാണുന്നതിനേക്കാളും സിനിമാ പാട്ട് കേൾക്കുന്നതിനേക്കാളും ഞാൻ ചെറുപ്പമാണ്, പക്ഷെ അതിനേക്കാളും എനിക്ക് ആനന്ദം ഒരു സാക്ഷ്യത്തിലൂടെ കിട്ടാറുണ്ട്. സാക്ഷ്യം ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. അതാണ് എനിക്ക് കിട്ടിയ ബോധ്യം. ഇത്രയാണ് എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയ ബോധ്യങ്ങളും. ഇനി അടുത്തത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു വിവാഹത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കണമായിരുന്നു. ലൈഫിലൊരു വലിയൊരു ട്രാജഡി ഉണ്ടായപ്പോഴാണ് ഈശോയിലേക്ക് ഞാൻ വരാനിടയായത്. അപ്പോൾ ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾക്ക് ഇതൊരു പ്രചോദനമാകും എന്ന ഒരു കൺവിക്ഷൻ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാനിതിവിടെ റിവീൽ ചെയ്യുന്നത്. എനിക്ക് ഏകദേശം ഒരു 300ഓളം വിവാഹാലോചനകൾ വന്നു. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യണം, എന്താണ് ദൈവഹിതം, ഞാനതാണ് വെയിറ്റ് ചെയ്തത്. പരിശുദ്ധ അമ്മയെ ഞാൻ ഉടമ്പടിയിലാണ്. അപ്പോൾ ഉടമ്പടിയിൽ ഞാനിങ്ങനെ പറഞ്ഞു, എന്നെ മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളിയെ എനിക്ക് തരണം. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഈ ഉടമ്പടിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ബൈബിൾ വായിക്കുക, കൊന്തയിലുക, രോഗികളെ കാണാൻ പോവുക, പ്രാർത്ഥിക്കുക, അപ്പോൾ ഇതിനൊക്കെ എന്നെ വഴക്ക് പറയാത്ത, അതിനൊക്കെയുള്ള ഒരു സ്പേസ് തരുന്ന, വളരാനായിട്ട് ഈശോയിൽ കൂടുതൽ വളരാൻ എന്നെ സഹായിക്കുന്ന ഒരു ജീവിത പങ്കാളിയായിരിക്കണം. എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമാണ്, 3ാമത് പുതുക്കിയപ്പോൾ വെച്ചൊരു നിയോഗമാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ കാറ്റഗിസത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ 3ാമത്തെ ജോലി കഴിഞ്ഞു. പക്ഷെ അപ്പോഴും പരിശുദ്ധ അമ്മ എന്നെ കൈവിട്ടില്ല. ഞാൻ ഉടമ്പടിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ മാതാവ് എന്നെ വീണ്ടും അനുഗ്രഹിച്ചു. 4ാമത് എനിക്കൊരു കോളേജ് ഓഫ് നേഴ്സിംഗ് കോളേജിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടി. അവിടെ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ കാശുരൂപം കൊടുക്കുകയും കൃപാസനം പത്രം കൊടുക്കുകയും ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ വീണ്ടും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഉടമ്പടിയിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീണ്ടും മാതാവ് ഇടപെടാൻ തുടങ്ങി. അങ്ങനെ 300 ആലോചനകളോളം വന്നെങ്കിൽ പോലും ഞാൻ ആ ഒരു നമ്പർ ഡിജിറ്റ് പറയുന്നത് അത്രത്തോളം എന്താണ് ദൈവഹിതം, എനിക്ക് വേണ്ടി ഈശോ ഒരുക്കുന്നത് ആരാണെന്നുള്ളത് അറിയാനായിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഫെബ്രുവരി 28-ാം തീയതിയാണ് എനിക്ക് ഹസ്ബൻഡിൻ്റെ പ്രപ്പോസൽ വരുന്നത്. ഈ ഒരു ആലോചന വരുന്ന സമയത്ത് ബയോഡേറ്റ അമ്മയാണ്, എൻ്റെ അമ്മച്ചിയാണ് ആദ്യം ഇത് കാണുന്നത്. അതിനുശേഷം അപ്പച്ചനാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാപിതാക്കളിലൂടെ ദൈവമേ നീ സംസാരിക്കണമേ എന്നുള്ളത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ ഉടമ്പടിയിലാണ്. അപ്പോൾ എൻ്റെ മനസ്സ് ഉടമ്പടിയിലേക്ക് റിലേറ്റ് ചെയ്തു. ഞാൻ ഉടമ്പടിയിൽ ഏൽപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണല്ലോ മാതാവേന്ന്. അപ്പോൾ ഞാൻ 2 പോയിൻറ്റ്സാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. ഒന്ന്, ഞാൻ മെയ് 30-നാണ് ജനിച്ചിട്ടുള്ളത്, ഹസ്ബൻഡ് മെയ് 5-നാണ്. അപ്പം രണ്ടുപേരും മാതാവിൻ്റെ മാസമാണ്, വണക്കമാസമാണ്. അപ്പോൾ ഇതാണ് എന്നെ സ്പർശിച്ച ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോഡേറ്റ് തന്നപ്പം അദ്ദേഹം ഇട്ട ഷർട്ട് ബ്ലൂ കളറാണ്. എനിക്ക് കിട്ടിയ ഫോട്ടോ ലൈറ്റ് ബ്ലൂ കളറിലാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനിത് രണ്ടും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവ് ഇങ്ങനൊരു സംഭവം കണ്ടിട്ടുണ്ടല്ലോ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് ഇറാനിൽ യുദ്ധം ഉണ്ടാവുന്നത്. അപ്പോൾ ഹസ്ബൻഡ് അബുദാബിയിലാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ തമ്മിൽ യാതൊരു കോൺടാക്ട്സ് ഒന്നും ഇല്ല, ആകെ ഒരു ബയോഡേറ്റ മാത്രമേ ഉള്ളൂ. ഞാനിത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു, പ്രത്യേകിച്ച് എൻ്റെ അമ്മ പറഞ്ഞു, നമ്മളിത് വെച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വേറെ ആലോചനകൾ നോക്കാം, അതുകൊണ്ട് നമുക്ക് വേറെ പ്രപ്പോസൽ നോക്കാമെന്ന് പറഞ്ഞു. വീട്ടിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലും ഞാൻ ഉടമ്പടിയിലും ഉറച്ചു നിന്നു. മാതാവേ, ഈ യുദ്ധമുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഞാൻ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് എന്നിൽ സംഭവിക്കട്ടെ. അങ്ങനെ വിശ്വസിച്ച് സമർപ്പിച്ച് സറണ്ടർ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മാർച്ച് മാസം കഴിഞ്ഞു, ഏപ്രിലായി. വീണ്ടും ഞാൻ ഉടമ്പടിയിൽ ഫോക്കസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഇടവകപ്പള്ളിയിൽ കാറ്റഗിസത്തിൽ HM എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അർമിയ, നമുക്ക് സ്ഥൈലലേപനത്തിൻ്റെ ക്ലാസ് ഉണ്ട് ഇവിടെ. അപ്പോൾ സ്ഥൈലലേപനത്തിന് വേണ്ടി നമ്മൾ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാണ്. 200 കുഞ്ഞുങ്ങളുണ്ട്. പരിശുദ്ധാത്മാവും ക്രൈസ്തവ ജീവിതം എന്നാണ് ടോപ്പിക്ക്. അർമിയ ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. സാറേ, എന്നെക്കൊണ്ട് ഇതെങ്ങനെ സാധിക്കും, എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഉടമ്പടിയിലൂടെ ലഭിച്ച ശക്തി കൊണ്ട്, ഉടമ്പടിയിലെ പ്രേക്ഷിത ദൗത്യം എന്ന ആളൊരു ദൗത്യം മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധ്യാനങ്ങളും വചനങ്ങളും. ഉടമ്പടിയാണ് എന്നെ ഒരു ട്രാക്കിലേക്ക് എത്തിച്ചത്. ഞാൻ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല, ഉടമ്പടിയിലൂടെ മാത്രമാണ്. അപ്പം അച്ഛൻ ഇവിടെ ധ്യാനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങി. അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. അത് ഒത്തിരി കുഞ്ഞുങ്ങളെ, 200ഓളം കുഞ്ഞുങ്ങളെ എൻ്റെ ഇടവകയിൽ കവർ ചെയ്യാനായിട്ട് പറ്റി. പിന്നീട് ആ കുഞ്ഞുങ്ങൾ വരുമ്പോൾ എൻ്റെ അടുത്ത് പിന്നീട് അത് പഠിപ്പിച്ച ശേഷമാണെങ്കിലും തിരിച്ചു വരുമ്പോഴും ഞാൻ ആ ഒരു സ്നേഹം, ആ ഒരു ദൈവസ്നേഹം പരസ്പരം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈശോനെ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നത്. യഥാർത്ഥ സന്തോഷം
പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായി. വചനം പറയുന്ന പോലെ തന്നെ യഥാർത്ഥ സമാധാനം കിട്ടുന്നത് ഈശോനെ കൈമാറുമ്പോൾ, ഒരു പത്രം കൊടുക്കുമ്പോൾ, ഒരു വചനം കൊടുക്കുമ്പോഴാണെന്ന് എൻ്റെ കാറ്റിസത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം അതവിടെ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഏപ്രിൽ മാസം അങ്ങനെ കടന്നുപോയി. അപ്പോഴാണ് ഞാൻ അപ്പോഴും ഒരു വശത്തെ ഭൗതികമായ ആവശ്യമുണ്ട്, ഇപ്പുറത്തെ വശത്തെ ഉടമ്പടിയുണ്ട്. ഇത് രണ്ടും കൂടി മുന്നോട്ട് പോവാണ്. അപ്പം ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാക്ഷ്യങ്ങളിലാണ് പിടിച്ചു നിർത്തിയത്. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇനി എങ്ങനെ മുന്നോട്ട് പോകേണ്ടത്, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ഏപ്രിൽ 12, 2026 ഇവിടെ നിന്ന് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ജോമിയ എന്ന് പറഞ്ഞ ചേച്ചിയുടെ സാക്ഷ്യം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വൈകുന്നേരം ഞായറാഴ്ച ഒരു 4 മണിക്ക് ശേഷമാണ് ഈ സാക്ഷ്യം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ആ സാക്ഷ്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ജീവിതത്തിൻ്റെ വലിയൊരു ഇതിലൂടെ അവർ പോയപ്പോൾ, ഒരു മരണത്തിൻ്റെ വിനാഴികയിലൂടെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ, ഒറ്റയ്ക്കായി പോയപ്പോൾ അവർക്ക് ബലം കൊടുത്തത് മാതാവാണ്. അപ്പം ഞാനും ചിന്തിച്ചു, പരിശുദ്ധ അമ്മ എനിക്ക് എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ടായിട്ടും ഇല്ലാത്ത ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലൂടെ പോവുകയാണ്. അപ്പോൾ ഏഷ്യ 49:15 പറയുന്ന പോലെ, പെറ്റമ്മ പോലും മറന്നാലും കർത്താവ് നിന്നെ മറക്കില്ല. എനിക്ക് പറയാനുള്ളത്, പെറ്റമ്മ മറന്നാലും പരിശുദ്ധ കൃപാസനം മാതാവ് മറക്കില്ല. അതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് ഇവിടെ നിൽക്കാനുള്ള മെറിറ്റ് ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും യാതൊരു യോഗ്യത ഇല്ലെങ്കിലും പരിശുദ്ധ അമ്മയുടെ സ്നേഹം കൊണ്ട് മാത്രം ഇവിടെ നിൽക്കണേണ് ഞാൻ. അപ്പോൾ മുറുകെ പിടിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയണേണ്. എൻ്റെ അടുത്ത് റൈറ്റ് സൈഡിൽ ഞാനിങ്ങനെ കാണണേണ് ഒരു വൈറ്റ് ഷോള്. ചിലപ്പോൾ ഇതിൻ്റെ ഒരു വിഷനാവാം, എനിക്ക് തോന്നലാവാം, എനിക്കറിയില്ല ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ പറയണ്ടേന്ന്. എന്നോട് ഇങ്ങനെ പറയണേണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞിട്ട് പറയണം, അത് ഗൂഗിളിൽ അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത് എന്താ, ഇത് യാതൊരു കണക്ഷനില്ല. ഞാൻ സാക്ഷ്യം കേട്ടോണ്ടിരിക്കണേണ്, അപ്പുറത്ത് എന്നോട് പറഞ്ഞേണേ ഗൂഗിളിൽ അടിച്ചു കൊടുക്കാൻ ഇങ്ങനെ പറഞ്ഞാണ് ഈ പേര്. അപ്പോൾ ഞാൻ വേഗം തന്നെ പേരടിച്ചു കൊടുത്തു. അപ്പോൾ ഫെബ്രുവരിയിലാണ് ഈ പ്രപ്പോസൽ വന്നത്. അപ്പോഴൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇങ്ങനെ പ്രപ്പോസൽ വന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ധാരാളം പ്രപ്പോസൽ ഇതുപോലെ വരുന്നേയും ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, അപ്പോൾ ഞാൻ ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല ഇരിക്കണത്. ദൈവഹിതം എന്താണോ അതുപോലെ സംഭവിക്കട്ടെ. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞതിന് അങ്ങനെ ഒരു വോയിസ് ഞാൻ കേട്ടപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു റിസർച്ച് സ്കോളറിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു ഇത് ഉള്ളതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്കൂളിനെക്കുറിച്ചും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടുത്തെ അക്കാദമിക് കലണ്ടർ വരുന്നത്. അപ്പോൾ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണ്. അപ്പോൾ എന്ത് സംഭവിച്ചാലും ഞാൻ ഉടമ്പടിയായിട്ട് റിലേറ്റ് ചെയ്യണത്. ഇതും ഉടമ്പടിയും തമ്മിൽ എന്താ, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ഇൻസിഡൻസും ഓരോ സാക്ഷ്യങ്ങളും ധ്യാനത്തിൽ അച്ഛൻ പറയണതും അവർ ഡെയിലി ബ്രെഡും ഇതൊക്കെ ഇട്ട് ലിങ്ക് ചെയ്ത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുള്ളൂ. കാരണം മനസ്സെപ്പോഴും ഇതുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ കാണിക്കുന്നത് ജൂലൈ 3-ാം തീയതിയാണ് അവരുടെ സ്കൂൾ അടക്കുന്നത്. അപ്പം യുദ്ധമായതുകൊണ്ട് അദ്ദേഹത്തിന് നാട്ടിൽ വരാൻ പറ്റിയിട്ടില്ല, ലീവ് കിട്ടുന്നില്ല അദ്ദേഹത്തിന്. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ജൂലൈ 3-ന് അവരുടെ സ്കൂൾ അടക്കത്തുള്ളൂ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ജൂലൈ മാസം അദ്ദേഹത്തിന് വരാൻ പറ്റും. അപ്പം മറുവശത്ത് എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രഷറാണ്, നമുക്ക് വേറെ പ്രപ്പോസൽ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഏത് പ്രപ്പോസലായാലും കുഴപ്പമില്ല, ദൈവഹിതം എന്താണോ അതിൽ മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രപ്പോസൽ വരുന്നത് റാഫേൽ അങ്കിൾ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ്. അങ്ങളൊരു വചനപ്രഘോഷകനാണ്. അപ്പോൾ അങ്കിൾ വഴി വന്നൊരു പ്രപ്പോസൽ ആയതുകൊണ്ട് ഞാൻ അങ്കിളിനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ ജൂലൈ 30-ാം തീയതി വരെ മാക്സിമം ഞാൻ വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രപ്പോസലിന് വെയിറ്റ് ചെയ്യില്ല, എനിക്ക് അത്രയും പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, അപ്പം ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിൾ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാൻ മോളെ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്കിൾ പറഞ്ഞു, ജൂലൈ 5-ാം തീയതി അവൻ നാട്ടിൽ വരും എന്നാണ് എന്നോട് ഫോണിൽ പറഞ്ഞതെന്ന് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞതെന്ന് റാഫേൽ അങ്കിൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനിത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്തും എനിക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു വീട്ടിൽ, നമുക്ക് വേറെ പ്രപ്പോസൽ നോക്കാം എന്നുള്ളത്. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. അവിടുത്തെ പള്ളിയിൽ ചെന്നിട്ട് അവിടെ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മാതാവേ ദൈവഹിതമാണെങ്കിൽ ഇദ്ദേഹത്തിനെ നാട്ടിൽ കൊണ്ടുവരണം. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിനെ നാട്ടിൽ കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. അപ്പോൾ സഞ്ചാരി മാതാവാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ സഞ്ചരിച്ച്, ഞാൻ വിശ്വസിക്കുന്നത് അബുദാബി ചെന്നാണ്. കാരണം ഞങ്ങൾ തമ്മിൽ യാതൊരു കോൺടാക്ട്സും ഇല്ല, ആകെ ഒരു ബയോഡേറ്റ മാത്രമേ ഉള്ളൂ. റാഫേൽ അങ്കിൾ ത്രൂ ആണ് ഈ ഒരു പ്രപ്പോസൽ വരുന്നത്. പക്ഷേ കുമ്പസാരിച്ച് അതിനുശേഷം ഞാൻ പ്രേക്ഷിത വേലയുടെ ഭാഗമായിട്ട് പത്രം കൊടുക്കാൻ പോയി. ആ ഇടയിലാണ് ആ പള്ളിയിൽ ചെല്ലണത്. ഒരു വ്യാഴാഴ്ച ദിവസമാണ് പള്ളിയിൽ ചെല്ലണത്. അവിടെ ചെന്നിരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് നെറ്റി താഴെ മുട്ടിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു വഴി തുറന്നു തരണേ മാതാവേ, അത്രത്തോളം എനിക്ക് സഹനങ്ങൾ വേറെ വശത്തുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അന്ന് 2 പരിശുദ്ധ കുർബാനയാണ് സ്വീകരിച്ചത് എൻ്റെ ലൈഫിൽ. ആദ്യമായിട്ടാണ്. അത്രയും എനിക്ക് സഹനങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ അത്രയും നേരം ആ പള്ളിയിൽ അവിടെ ഇരിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആഴ്ച കൂടി കഴിഞ്ഞപ്പോൾ ഒരു ഏപ്രിൽ 23-ാം തീയതി 2026 ഒരു 5 മണി സമയമായപ്പോൾ വാട്സപ്പിൽ ഒരു ഓഡിയോ വരെയാണ്. ഹസ്ബൻഡിൻ്റെ ഒരു ഓഡിയോ റാഫേൽ അങ്കിളുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ മാരേജ് പ്രപ്പോസലിന് എനിക്ക് താല്പര്യമുണ്ട്, വെയിറ്റ് ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഞെട്ടിപ്പോയി. കാരണം
അദ്ദേഹം ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്യാണ് ഇങ്ങനെ ഒരു പ്രപ്പോസലിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം മെയ് 3 2026 ആയപ്പോൾ റാഫേൽ അങ്കിൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു, വീട്ടുകാരെയൊക്കെ കണ്ടു. അതിനുശേഷം മെയ് 20 ആയപ്പോൾ, അപ്പോൾ ഈ സാധാരണ നമ്മുടെ നാട്ടിൽ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കൻ കാണാൻ വേണ്ടി പെണ്ണിൻ്റെ വീട്ടിൽ പോകും. ഇതിപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചേക്കണം, നേരെ വേറൊരു ഇടപെടലാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇതിന് മുമ്പ് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെ യുദ്ധം നടക്കുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം, അവന് ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മെയ് 20 ബുധനാഴ്ച എൻ്റെ വീട്ടുകാർ അവിടെ ചെല്ലണേണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് 32 വയസ്സാണ്. അപ്പോൾ റാഫേൽ അങ്കിൾ ഈ ഒരു പ്രപ്പോസൽ വരുമ്പോൾ പറഞ്ഞത് 38 വയസ്സെന്നാണ് അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് എൻ്റെ വീട്ടുകാരെ അറിയണത് അദ്ദേഹത്തിന് 44 വയസ്സുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അത്രയും ഒരു ഏജ് ഡിഫറൻസ് ഭൗതികമായി ചിന്തിക്കുന്ന, ലോകപ്രകാരം ചിന്തിക്കുന്ന മനുഷ്യർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 44 പക്ഷേ എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് എന്താ പറയുക, പരിശുദ്ധ അമ്മ അങ്ങനെ ഒരു സംഭവം കാണിച്ചു തന്നപ്പോൾ ഞാനത് സറണ്ടർ ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മ, ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതുപോലെ സംഭവിക്കട്ടെ എന്നുള്ളത്. അപ്പം 20 എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ബന്ധുക്കളൊക്കെ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അർമിയ നമുക്ക് ഈ പ്രപ്പോസൽ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇതൊരു ഷോക്കായിരുന്നു. റാഫേൽ അങ്കിൾക്കും അറിയില്ലായിരുന്നു 44 വയസ്സുണ്ടെന്നുള്ള കാര്യം. ഒരു ബ്രോക്കറാണ് റാഫേൽ അങ്കിൾ ത്രൂ അത് വരുന്നത്. അപ്പം ഞാൻ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഒരു വശത്ത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും സഹോദരങ്ങളും ബന്ധുക്കളും പറയുന്നു നമുക്കിത് വേണ്ട. അപ്പുറത്തെ വശത്ത് റാഫേൽ അങ്കിൾ പറയാണ്, നിനക്ക് ആലോചിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാം, എനിക്കൊന്നും അങ്കിൾ പറയാം, അതെനിക്ക് വിട്ടു തരാണ് ഫ്രീ ആയിട്ട്. അപ്പം ഞാനൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കണേണ്. ആ സമയത്ത് എന്നെ ശക്തിപ്പെടുത്തിയത് മെയ് 19, 2026 ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഉടമ്പടി ധ്യാനമായിരുന്നു. ഇപ്പം ധ്യാനത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അതിൽ ഒമാനിൽ നിന്നുള്ള സുരേഷ് എന്ന് പറയുന്ന ഒരു ആളുടെ സാക്ഷിയായിരുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഇനി മുന്നോട്ടെന്താണെന്ന് അറിയാതെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ലൈഫിലും ഞാൻ ഓൾറെഡി ഒരു സഹനത്തിലൂടെ കടന്നുപോയ ഒരാളാണ്. അപ്പം ഇത് എങ്ങനെയായിരിക്കും എന്നറിയാത്തൊരു ഭയം എനിക്കുണ്ടായിരുന്നു, ഉൾഭയം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രപ്പോസൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ മാതാവിനെ സറണ്ടർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ ആ ഒമാനിലെ സുരേഷിൻ്റെ ആ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, യെശയ്യാ 41 വചനം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, എൻ്റെ വലത്ത് കരം നിന്നെ താങ്ങി നിർത്തും എന്നുള്ളത്. അപ്പോൾ ആ ഒരു വചനം എനിക്ക് ശക്തി കിട്ടി. എല്ലാവരും മാറി നിന്നപ്പോഴും, എല്ലാവരാലും ഒറ്റയ്ക്ക് നിന്നപ്പോഴും പരിശുദ്ധ അമ്മയാണ് ബലം കൊടുത്തത് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നീലത്തിരി, പ്രത്യക്ഷീകരണത്തിൻ്റെ നീലത്തിരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പകുതിയോളം തീർന്നു. അത് വാങ്ങിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് സുരേഷ് തിരിച്ച് വരണേണ്. ഇതൊക്കെ എനിക്ക് ധ്യാനത്തിൽ മെയ് 19 അച്ഛൻ വ്യാഖ്യാനിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ കയ്യിലെ നീലത്തിരിയും തീർന്നു, എനിക്ക് കത്തിക്കാൻ തിരിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഈ ധ്യാനവും സാക്ഷ്യവും എൻ്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. പിറ്റേ ദിവസം മെയ് 21, 2026 അവർ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ മുമ്പിൽ ധാരാളം വെല്ലുവിളികൾ വരും, പക്ഷേ എങ്കിലും ജ്ഞാനം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പം എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയണത് ഈ ഒരു വിവാഹത്തിൽ, ഈ ഒരു ആലോചനയിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പ്രതിസന്ധികളുണ്ടാവും, പക്ഷേ ഇതിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചിവിടെ കൃപാസനത്തിൽ വന്നു. മെയ് 21 നീലത്തിരിയും വാങ്ങിയിട്ട് പോയി. അങ്ങനെ മെയ് 20 വൈകിട്ട് അദ്ദേഹം ബോട്ടിയമ്മിൽ കോൾ ചെയ്യണേണ്. ഇങ്ങനെ ഞങ്ങൾ ഫോണിലൂടെയാണ് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയോട് സംസാരിച്ചു, സിസ്റ്ററിനോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച ശേഷം ഞാൻ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ചയായപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചേൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് പറയാണ്, അർമിയ നമുക്ക് ഈ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അത്രയും നാളും എതിർത്ത ആൾക്കാർ ഇത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പരിശുദ്ധ അമ്മ ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത്. ഒരു വശത്ത് എനിക്ക് ഇതുപോലെ സഹനങ്ങളുണ്ടെങ്കിലും ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ടിരുന്നു. അങ്ങനെ ജൂൺ മാസം കഴിഞ്ഞു. ജൂൺ മാസമായി. ജൂൺ 3 ആയപ്പോൾ ഞാനിവിടെ വന്ന് 5ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ വെച്ചൊരു നിയോഗം, പരിശുദ്ധ അമ്മയെ എന്നെ നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്നായിരുന്നു. ജൂലൈ 5 വരുമെന്ന് പറഞ്ഞ ആളെ പരിശുദ്ധ അമ്മ ജൂൺ 13 ടൈം ഷോർട്ടൺ ചെയ്ത് ശനിയാഴ്ച ഇവിടെ കൊണ്ടുവന്നു. ജൂൺ 14 അദ്ദേഹം വീട്ടിൽ വന്നു. അതിനുശേഷം വീട്ടുകാർ സമ്മതിച്ചു. ജൂലൈ 1 ഞാനിവിടെ കൃപാസനത്തിൽ വന്നു, അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മേടിച്ചു. ജൂലൈ 15 വിവാഹം നടന്നു. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നല്ലൊരു കുടുംബമായിരിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ മെയ് 30 അപ്പോൾ മെയ് 30 എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മെയ് 31 ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ
എൻ്റെ ബ്രദർ ഇൻ ലോയും കൂടിയാണ് എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നത്. അന്ന് അമ്മ തന്ന ഗിഫ്റ്റ് ഒരു ലൂർദ് മാതാവിൻ്റെ സ്റ്റാച്ചു ആയിരുന്നു. അതെനിക്ക് വലിയൊരു അടയാളമായിരുന്നു. പിന്നീട് ഞാൻ കൂടുതൽ ആഴത്തിൽ അവരുടെ ഫാമിലിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഉടമ്പടിയിലുള്ള ഒരു അമ്മയാണ്. എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കേൾക്കും, വചനം വായിക്കുന്ന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന, കൊന്ത ചെല്ലുന്ന. ഇവിടെ വന്ന് അമ്മ അഖണ്ഡ ജപമാല റായിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് 68 വയസ്സുണ്ട്. പക്ഷേ മാതാവിനെ പോലത്തെ ഒരു അമ്മച്ചി, അതായത് ചെറിയൊരു വീടാണ് അമ്മയുടേത്, കിണറുണ്ട്, അമ്മ തയ്ക്കും. അപ്പച്ചൻ മരിച്ചുപോയി. അപ്പോൾ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു മാതാവിൻ്റെ ഒരു പ്രസൻസ്. കാരണം ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു നല്ലൊരു ഫാമിലി ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ലൊരു അമ്മേച്ചിനെ കിട്ടി. അതുപോലെ ഹസ്ബൻഡ് ആണെങ്കിലും മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ്. അതുപോലെ സിസ്റ്റർ ഇൻ ലോ ആണെങ്കിലും വിശ്വാസമുള്ളൊരു ഫാമിലിയാണ്. ബ്രദർ ഇൻ ലോ ആണെങ്കിലും. അപ്പോൾ നല്ലൊരു കുടുംബം എനിക്ക് കിട്ടി. അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. അപ്പം 2023 മുതൽ 2026 വരെ എൻ്റെ ജോലി മേഖലയുമായി ബന്ധപ്പെട്ടും എൻ്റെ വ്യക്തി ജീവിതത്തിലും ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഇനിയും ഈ ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള കൃപ നൽകണമേ. ഇപ്പോൾ കുറച്ച് എൻ്റെ സാക്ഷ്യം കേൾക്കുന്നതും ധ്യാനം കൂടുന്നതൊക്കെ കുറച്ച് മിസ്സായിട്ടുണ്ട് ഇതിൻ്റെ ഒരു തിരക്കിൽ. പക്ഷേ എങ്കിലും വീണ്ടും ഞാൻ തിരിച്ചിതിലേക്ക്, ഈ ഉടമ്പടിയിലേക്ക് വന്ന് ഈ ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. അനുഗ്രഹങ്ങളല്ല, കൃപയാണ് കൃപാസനത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അൾട്ടിമേറ്റ്ലി എൻ്റെ ചെയ്യണ നിത്യതയാണ് എന്ന ബോധ്യം തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ നിർത്തുന്നു. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 25-ാം തിരുവചനം. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വിവരിച്ച ഒരു വചനഭാഗമാണത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചകൾ ആഞ്ഞടിച്ചാലും നാം പാറമേൽ പണിത, ഈശോ പണിത ഒരു ഭവനമാണെങ്കിൽ അത് ഒരിക്കലും ഒലയുകയില്ല, ഒരിക്കലും ഒലിച്ചു പോവുകയില്ല, തകർന്നു പോവുകയില്ല എന്നുള്ള ഒരു ഉടമ്പടി പ്രഭാഷണം അച്ഛൻ ഇന്ന്, പ്രബോധനം ഇന്ന് നമുക്ക് നൽകുകയുണ്ടായി. ആർമിയയുടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് പറയാവുന്നത് ഉടമ്പടി അച്ചിട്ട് ജീവിച്ച ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണിത്. ഉടമ്പടി കണ്ടന്റ് മുഴുവനും നിഴലിക്കുന്ന, വചനമഴ പെയ്യിക്കാൻ മാത്രം പരിശുദ്ധാത്മാവ് വരം നൽകിയ, കൃപ നൽകിയ, കൃപയിൽ ജീവിക്കാൻ വേണ്ടി ഉടമ്പടി നിയോഗം എഴുതി പ്രാർത്ഥിച്ച് കൃപ നേടിക്കൊണ്ടിരിക്കുന്ന, അഭിഷേകവും ആത്മീയ അധികാരവും നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. മകൾ പറയുകയുണ്ടായി, ഞാൻ അധ്വാനിച്ച് കൃപ പ്രാപിക്കുവാനുള്ള വരത്തിന് വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. എനിക്ക് അനുഗ്രഹം ഈശോ നൽകിക്കൊണ്ടിരിക്കും, പക്ഷേ എനിക്ക് കൃപയാണ് അത്യാവശ്യം. കൃപയാണ് നമ്മെ ഉടമ്പടി ധ്യാനത്തിലൂടെ, ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളിലൂടെയെല്ലാം എനിക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അറിവുകളും ജ്ഞാനവും എനിക്ക് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ നൽകുന്നു. എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ എവിടെയെല്ലാം ശുശ്രൂഷ ചെയ്യുന്നു, എവിടെയെല്ലാം പ്രൊഫഷണലായി ഞാൻ ജോലി ചെയ്യുന്നു, അവിടെയെല്ലാം എനിക്ക് പരിശുദ്ധ അമ്മയുടെ കൈവെപ്പുണ്ടായിരുന്നു. ഈശോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്നു എന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. മകളുടെ ജീവിതത്തിലൂടെ നാം ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഉടമ്പടി ദൈവത്തെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സുവിശേഷ പദ്ധതിയാണ്. നമ്മൾ വിചാരിക്കുന്നതിലും സ്പീഡിൽ ഇത് നമ്മെ ആത്മാവിൽ വളർത്തും. ഇവിടെ നിയോഗങ്ങൾക്ക് പ്രാധാന്യമില്ല. ഇതൊരു ഉഭയകക്ഷി ബന്ധമായതുകൊണ്ട് ദൈവവുമായുള്ള ആത്മബന്ധം വളരേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഈ സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ടെക്നിക്കൽ എറർ വന്നപ്പോൾ സഹോദരിക്ക് മെയിൽ നഷ്ടപ്പെട്ടു. അവിടെ ഇനിയൊരു എയ്ഡഡ് കോളേജിൽ തനിക്ക് ജോലിക്കുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയായാലും ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂ കോളാണ് ഈ മകൾക്ക് ലഭിച്ചത്. ഒരു എയ്ഡഡ് കോളേജിൽ പഠിപ്പിക്കുവാനുള്ള ഒരു പ്രൊഫഷണൽ ജീവിതം നയിക്കുവാനുള്ള, ജോലി ചെയ്യാനുള്ള കൃപ ലഭിച്ചു. അതുപോലെ തന്നെ ദൈവഹിതം നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ അങ്ങയുടെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്ന് ജീവിതത്തെ മുൻനിർത്തി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ജീവിത പങ്കാളിയെ നൽകിയതിനെക്കുറിച്ചുമെല്ലാം ഈ മകളിവിടെ ഏറ്റുപറയുകയാണ്. 300ഓളം പ്രപ്പോസൽ വന്നിട്ട് ദൈവം നൽകിയ ഒരു വലിയ ജീവിത പങ്കാളിയുടെ സാക്ഷ്യം കൂടി മകളിവിടെ ഏറ്റുപറയുകയുണ്ടായി. കൃപയിൽ അടിയുറച്ച് ജീവിക്കുവാൻ, അഭിഷേകത്തിൽ എപ്പോഴും മുന്നേറുവാനായി ഉടമ്പടി സാക്ഷ്യങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ വരുമ്പോഴായാലും ഉടമ്പടി പുതുക്കുമ്പോഴായാലും സാക്ഷ്യങ്ങൾ പറയുമ്പോഴായാലും നമ്മുടെ സ്റ്റാറ്റസ് നോക്കുന്നത് അതാണ്. നമുക്ക് അഭിഷേകമുണ്ടായോ, കൃപ ലഭിച്ചോ, നാം ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾക്ക് ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. എപ്പോഴും കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അർമിയയുടെ സാക്ഷ്യത്തിന് ഈശോയ്ക്ക് നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.